പുതിയ കാലഘട്ടം എൻ്റെ ഇഷ്ടത്തിൻ്റെ കാലഘട്ടമാണ് അല്ലേ? എല്ലാം എൻ്റെ ഇഷ്ടമാണ്. എനിക്കിഷ്ടമുള്ള കാറ്, എനിക്കിഷ്ടമുള്ള ബൈക്ക്, എനിക്കിഷ്ടമുള്ള വീട്, എനിക്കിഷ്ടമുള്ള പെണ്ണ്, എനിക്കിഷ്ടമുള്ള ആണ്, എനിക്കിഷ്ടമുള്ള അമ്മ, എനിക്കിഷ്ടമുള്ള അച്ഛൻ, എനിക്കിഷ്ടമുള്ള സ്ഥലം, എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും അല്ലേ? നമുക്കെല്ലാം നമ്മുടെ ഇഷ്ടത്തിനാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് കാണുവാൻ നമുക്ക് റൂമുണ്ട്. നമ്മുടെ ഇഷ്ടമുള്ള റൂമിൽ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചിരുന്ന് ഇഷ്ടമുള്ള AC ഒക്കെ ഇട്ട് ഇഷ്ടമുള്ള എന്താണ് പറയുക മൊബൈലൊക്കെ ഓൺ ചെയ്ത് ഇഷ്ടമുള്ള സിനിമ കാണാം, ഇഷ്ടമുള്ള കണ്ടന്റുകൾ കാണാം. ഇനിയിപ്പോൾ അതല്ല കുറച്ചുകൂടെ കാശുള്ള വീടാണെങ്കിൽ ഇഷ്ടമുള്ള ആൾക്ക് വേണ്ടി ഇഷ്ടപ്പെട്ട തിയേറ്ററുകളുണ്ട്. അങ്ങനെയെല്ലാം ഞാൻ എന്നിലേക്ക് മാത്രം മാറി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. പണ്ട് അതൊന്നും പറ്റിയിരുന്നില്ല. നമ്മുടെയൊക്കെ പൂർവികരെ കുറിച്ച് എടുത്തു നോക്കില്ല, അവരുടെ കഥകൾ കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. അവർക്ക് അവരുടെ ഇഷ്ടമില്ലായിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു വീട്ടിൽ തന്നെ 10-90 പേരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഞാൻ കേട്ടിട്ടുണ്ട്. എൻ്റെയൊക്കെ പപ്പയുടെ അപ്പൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെയൊക്കെ അപ്പൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ട്. വലിയ കുടുംബം, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നൊരു കഥ. അവിടെ എൻ്റെ ഇഷ്ടമില്ലായിരുന്നു, നമ്മുടെ ഇഷ്ടമായിരുന്നു. കുറേ നാൾ കഴിഞ്ഞിട്ട് 80 കഴിഞ്ഞപ്പോഴത്തേക്കും ഇഷ്ടത്തിൻ്റെ ഒരു വ്യാപ്തിയെക്കുറിച്ച് കൂട്ടുകുടുംബമൊക്കെ മാറി. എങ്കിൽ തന്നെയും ഒരു ചെറിയ വീട്ടിൽ 5, 6, 7 പേരൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. പുതിയ കാലഘട്ടത്തിൽ അതൊക്കെ പോയി ഞാന്, നീയെ, മകൻ, അത് മതി, അല്ലെ മകൾ. ഹംദോ ഹമാരേതോ എന്ന് പണ്ടൊരു ഹിന്ദി സ്ലോഗൻ ഉണ്ടായിരുന്നു. ഈ കുടുംബാസൂത്രണം ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഇറക്കിയതാണ്. അന്ന് ഹംദോ ഹമാരേതോ ആയിരുന്നെങ്കിൽ ഇന്ന് ഹംദോ ഹമാരേ ഏക് എന്ന അവസ്ഥയിലേക്ക് എത്തി. ഒറ്റ കുട്ടി, അതൊക്കെ മതി. എൻ്റെ ഇഷ്ടമാണ് പ്രധാനം. അതിലൊന്നും ഒരു കുഴപ്പമില്ല. ഒരു പരുവത്തിൽ പറഞ്ഞാൽ സത്യം, അത് സുഖം അത് തന്നെയാണ്. എൻ്റെ ഇഷ്ടം, എനിക്ക് ആരെയും നോക്കേണ്ട ആവശ്യമില്ല. എനിക്കിഷ്ടമുള്ളത് കാണാം, എനിക്കിഷ്ടമുള്ളത് ചെയ്യാം, എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കാം. നല്ല കാര്യം തന്നെയാണ്. പക്ഷെ പലപ്പോഴും കുടുംബജീവിതത്തിൽ ഈ എൻ്റേത് മാത്രം എന്നുള്ളത് വലിയ ഇഷ്യൂവായി വരാറുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി കോടതികളിലെത്തുന്ന പല കേസുകളും ഞാൻ പഠിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് ഈ എൻ്റെതാണ്. എൻ്റെ ഇഷ്ടമേ നടക്കുകയുള്ളൂ എന്ന് ഭർത്താവ് പറയുന്നു. ഭാര്യ പറഞ്ഞു, അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി, ഇവിടെ എൻ്റെ ഇഷ്ടമേ നടക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ രണ്ടുപേരുടെ ഇഷ്ടവും അവിടെ നടക്കുകയില്ല. അവിടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എൻ്റെ ഇഷ്ടത്തിന് കുട്ടി പഠിക്കണം, എൻ്റെ ഇഷ്ടത്തിന് കുട്ടി പോകണം, എൻ്റെ ഇഷ്ടത്തിന് മതി പല കാര്യങ്ങളിലും അദ്ദേഹം പോകുന്നു. അപ്പൊ തിരിച്ച് അദ്ദേഹം പറയും, അതുപോലെ അവൻ എൻ്റെ ഇഷ്ടത്തിന് വളരണം. അങ്ങനെ എൻ്റെ ഇഷ്ടത്തിനും അവളുടെ ഇഷ്ടത്തിനും മാറി മാറി കുട്ടികളെ വളർത്തുന്ന പ്രശ്നങ്ങൾ. വീടിന്റെ എന്താണ് പറയുക, റൂം സെറ്റ് ചെയ്ത കാര്യത്തിൽ പോലെ എൻ്റെ ഇഷ്ടമാണ്, നിന്റെ ഇഷ്ടമല്ല, എൻ്റെ ഇഷ്ടമാണ്. വീട്ടിൽ വെക്കുന്ന അടുക്കള ഉപകരണങ്ങൾ എൻ്റെ ഇഷ്ടത്തിന് വെക്കണം, നിന്റെ ഇഷ്ടത്തിനല്ല. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ എല്ലാം എൻ്റെ ഇഷ്ടം നിന്റെ ഇഷ്ടത്തിന് സാധ്യത ഇല്ലാതെ വരുന്നു എന്നിടത്താണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. നമുക്കറിയാം, ഏറ്റവും സന്തോഷകരമെന്ന് പറയപ്പെടുന്ന കുടുംബജീവിതങ്ങളിൽ പറയും സുപ്രധാനമായ ഒരു കാര്യമുണ്ട്. അതാണ് ഡോമിനന്റ് ഡിപ്പെൻഡന്റ് തിയറി. ഏതെങ്കിലും ഒരാൾ ഡോമിനന്റ് ആവും, മറ്റൊരാൾ ഡിപ്പെൻഡന്റും ആവും. അതായത് ഒരാൾ ഉടമയാകും, മറ്റേയാൾ അടിമയാകും. ചില ജീവിതങ്ങളിൽ ഉടമയാ ഭർത്താവായിരിക്കും, ഭാര്യ അടിമയായിരിക്കും. അടിമയെന്ന് ഞാൻ പറഞ്ഞ ഭീകരമായ അടിമയെന്നല്ല പറയുന്നത്. ഒരു പരിധിവരെ അയാൾ പറയുന്നത് ഞാൻ കേൾക്കും, അയാളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന നേരത്താണ് ഞാൻ പറഞ്ഞത്. സന്തോഷപ്രദമായ പല കുടുംബ ജീവിതങ്ങളിലും ഈ ഒരു ഡിപ്പെൻഡന്റ് ഡോമിനന്റ് സെക്ഷൻ ഉണ്ട്. ചിലയിടങ്ങളിൽ ഭാര്യയായിരിക്കും ഡോമിനന്റ് ചെയ്യുക, ഭർത്താവ് അതങ്ങോട്ട് കേട്ടുപോകും. രണ്ട് രീതിയിൽ സംഭവിക്കാം. ഒന്ന്, ഭയപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പറയുന്നത് നീ കേട്ടോണം, നിനക്കിവിടെ ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നത് നീ കേട്ടോണം എന്ന രീതിയിൽ ഡോമിനന്റ് ആവുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരുണ്ട്. തിരിച്ച് അവള് ആയിക്കോട്ടെ, കുഴപ്പമില്ലെന്ന്, അത് രസമല്ലേ, എനിക്ക് അവളെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവനെ എനിക്ക് ഇഷ്ടമാണ്, അവൻ പറയുന്ന കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ മനസ്സുകൊണ്ട് ഇഷ്ടം കൊണ്ട് സമ്മതിച്ചു കൊടുക്കുന്ന ഡിപ്പെൻഡന്റ് ഡോമിനന്റ് ബന്ധങ്ങളും ഉണ്ട്. ഇതൊക്കെ രണ്ടും രണ്ട് രീതിയിലാണ്, രണ്ട് ആസ്പെക്റ്റുകളാണെന്ന് ഓർക്കണം. ആദ്യത്തേതാണ് പ്രശ്നം. ഭയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒരാളെ എത്ര നാള് ഡിപ്പെൻഡന്റ് ആക്കാൻ പറ്റും, ഡോമിനന്റ് ആക്കാൻ പറ്റും, നിങ്ങളുടെ ഇഷ്ടം നോക്കാൻ പറ്റും. വളരെ പെട്ടെന്ന് തന്നെ അത് പൊളിയും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഇണയ്ക്ക് ജോലിയുള്ള ആളാണെങ്കിൽ ഉറപ്പായിട്ട് അത് പൊളിയും. മറിച്ച് സ്നേഹപൂർവ്വമാണ് ഒരാൾ ഡിപ്പെൻഡന്റ് ആകുന്നതെങ്കിൽ, മറ്റൊരാൾ ഡോമിനന്റ് ആകുന്നതെങ്കിൽ അതിനൊരു സുഖമുണ്ട്. നീ പറഞ്ഞോടി, ഞാനത് ചെയ്യാം. കാരണം ഈഗോ വർക്കൗട്ട് ആവുന്നതിലൂടെ, പ്രത്യേകിച്ച് ഭാര്യ ഭരിക്കുകയും ഭർത്താവ് ഭരിക്കപ്പെടുകയും ചെയ്യുന്ന സ്ഥലത്ത് ഈഗോ വർക്കൗട്ട് ചെയ്യാൻ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. രണ്ടുപേർക്കും ജോലിയുള്ളവരാണ്, അത്യാവശ്യം നല്ല പണമുള്ളവരാണ്. ഒരാൾ ഭരിക്കാൻ ശ്രമിച്ചാൽ മറ്റേ സമ്മതിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ ഈ ഡോമിനന്റ് ഡിപ്പെൻഡന്റ് പ്രശ്നങ്ങൾ അവിടെ ഉദിക്കും. നിങ്ങളുടെ കുടുംബജീവിതം എങ്ങനെയാണോ നിങ്ങളൊന്ന് സ്വയം അളക്കുക. ഈ സന്തോഷപ്രദമെന്ന് പറയപ്പെടുന്ന പലയിടങ്ങളിലും നേരത്തെ പറഞ്ഞ രണ്ട് ആസ്പെക്റ്റുകൾ നടക്കുന്നുണ്ട്. ഒന്ന്, ഭയപ്പെടുത്തിയുള്ള ഡോമിനന്റ് ഡിപ്പെൻഡന്റ് ബന്ധം, അത് ഏറെ നാൾ മുന്നോട്ട് പോവുകയില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത് പൊളിയും, പ്രശ്നമാകും,
കുടുംബ കോടതികളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഒരാൾ തീരും. മറിച്ച് വളരെ സ്നേഹപൂർവ്വം ഇഷ്ടമൂലം നീ പറയുന്നത് ഞാൻ ചെയ്യാടി, അല്ലെങ്കിൽ താൻ പറയടോ ഞാൻ ചെയ്യാം എന്ന് പറയപ്പെടുന്നിടത്ത് സ്നേഹത്തിന്റെ ഒരു ഡോമിനന്റ് ഡിപ്പെൻഡന്റ് ബന്ധമുണ്ട്. അത് അഫെക്ഷനേറ്റ് ആണ്. അഫെക്ഷൻ വന്ന് കയറി കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർ ഒരു സജഷൻ പറയുകയാണ്, ചേട്ടാ നമുക്ക് വീട് വെക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം ചെയ്യാൻ കേട്ടോ എന്ന് ഭാര്യ പറയുമ്പോൾ, നിന്റെ ഇഷ്ടമല്ലേടി എന്ന് നിന്റെ ഇഷ്ടം അവിടെ വർക്കൗട്ട് ആവും. ചേട്ടാ മോനെ നമുക്ക് മറ്റൊരു സ്കൂളിൽ വിട്ട് പഠിപ്പിക്കാം, നിന്റെ ഇഷ്ടമല്ലേടി. ചേട്ടാ എനിക്ക് ഒന്ന് വീട്ടിൽ പോകണമായിരുന്നു, നിന്റെ ഇഷ്ടമല്ലേടി. തിരിച്ചു അങ്ങനെ തന്നെയാണ്. ഭർത്താവ് പറയാണ്, എനിക്ക് എൻ്റെ കൂട്ടുകാരോടൊക്കെ എനിക്കൊന്ന് അടിച്ചു പൊളിക്കാൻ ഞാൻ 2 ദിവസം ട്രിപ്പിന് പോവുക, ചേട്ടൻ ഇഷ്ടമല്ലേ, ചേട്ടൻ പോയിട്ട് വാ എന്ന് പറയുന്നിടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൊടുക്കൽ വാങ്ങൽ, ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ട്. അഫെക്ഷന്റെ പ്രത്യേകത അതാണ്. അവിടെ ഡിപ്പെൻഡന്റോ ഡോമിനന്റോ ഇല്ല. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സമയം ഡിപ്പെൻഡന്റും ഡോമിനന്റ് ആവുകയും ചെയ്യുകയാണ്. അവിടെ നിന്റെ ഇഷ്ടമാണ് പ്രധാനം. നിന്റെ ഇഷ്ടം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം ബന്ധങ്ങളിൽ ഉറപ്പായിട്ടും അഫെക്ഷൻ വർക്കൗട്ട് ആകുകയും നിങ്ങളുടെ കുടുംബജീവിതം വളരെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരാൾ ഇല്ലാതാകും തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭ്രാന്തായി പോകും. കാരണം നിങ്ങളത് എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. ആ രസമുള്ള ഒരു ലോഫുൾ വെഡ് ലോക്ക്, ആ ഒരു ബന്ധനം നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു. അത് നഷ്ടപ്പെടാൻ നിങ്ങൾക്ക് പറ്റുകയില്ല. അത്തരം കുടുംബ ബന്ധങ്ങളിലാണ് ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് പോവുകയും ആരെങ്കിലും ഒരാൾ നഷ്ടപ്പെടുമ്പോൾ ആ ലൈഫ് ഏറ്റവും സങ്കടകരമായി മാറുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, എൻ്റെ ഇഷ്ടമാണ് പ്രധാനം എന്ന രീതിയിലാണ് നിങ്ങൾ മുന്നോട്ട് നീങ്ങുന്നെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നിങ്ങൾ ആ ബന്ധം മുറിച്ചു കളഞ്ഞ ശേഷം നിങ്ങളുടെ ഇഷ്ടത്തിന് പോകുക. അയാളെ ആടെ വഴിക്ക് വിട്ടേക്ക്, അയാൾക്കുമുണ്ടല്ലോ ഇഷ്ടങ്ങൾ. അപ്പൊ കുടുംബജീവിതത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പോയിന്റാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഇഷ്ടം നല്ലതാണ്, പക്ഷേ അയാളുടെ ഇഷ്ടം കൂടെ പരിഗണിക്കണം. പരസ്പരമുള്ള ഇഷ്ടങ്ങൾ പരിഗണിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായി തീരുന്നത്. കുടുംബ കോടതികളിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വരാതിരിക്കുന്നത്. എന്തായാലും ആ ഒരു ഡിപ്പെൻഡന്റ് ഡോമിനന്റ് ബന്ധം നിന്റെ ഇഷ്ടം കൂടിയാവട്ടെ.